വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ്. ഒരുപാട് നാളായി, ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങൾ കണ്ണൂർ വിട്ട് പുറത്തൊന്നും പോവാത്തത്. ഈ കൊറോണ ആയത് കാരണം കണ്ണൂർ വിട്ടെന്നല്ല എങ്ങോട്ടും പോവാറേ ഇല്ല. അപ്പോൾ ഇപ്പോൾ വയനാടൊക്കെ എല്ലാം സ്ഥലങ്ങളും ഓപ്പണാന്നൊക്കെ കേട്ടപ്പം ജസ്റ്റ് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഏകദേശം 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ വയനാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വണ്ടി കയറിയപ്പോൾ പ്ലാനൊക്കെ മാറി. കർണാടക ബോർഡർ ആ ഒരു ഭാഗത്തോട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മാക്കൂട്ടം ചുരം എൻ്റെ അങ്ങനെ ആ ഒരു സ്ഥലത്താണ് പിന്നെ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഒരു 7-7:15 ആയപ്പോൾ തന്നെ ഞങ്ങൾ ആ ഭാഗത്തോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, രാവിലെ നല്ലൊരു ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ എന്താ പറയുക, ഈ ഫ്രഷ് ഹെയറും ഞങ്ങളൊക്കെ ഈ പൊടിയും ഇതൊക്കെയല്ലേ എന്നും ശ്വസിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ശരിക്കും നല്ലൊരു റിഫ്രഷായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട്, എന്താ പറയുക, നല്ല തണുപ്പും. പിന്നെ അവിടെയൊക്കെയുള്ള മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമല്ലേ, ഫുൾ കുരങ്ങുകളായിരുന്നു. വണ്ടിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് റോഡിൽ നിന്ന് മാറുന്നേ ഇല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്തോ ഒരു കാര്യമായിരുന്നു അവയെ കണ്ടപ്പോൾ. പിന്നെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ ഈ മാക്കൂട്ടം ചുരം ലാസ്റ്റ് ലൈക്ക് വ്യൂ എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി. കാരണം രാവിലെ വിട്ടതല്ലേ വീട്ടിൽ നിന്ന്. പിന്നെ കുട്ടികളൊക്കെ കുറച്ചൊരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങോട്ട് എത്താറായപ്പോഴാണ് അവരൊക്കെ എണീറ്റത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായി വിശന്നു. അപ്പോൾ പിന്നെ അവിടെ കയറി ഫുഡും നല്ലൊരു സൗകര്യങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ വയനാട്ടിലേക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് വീണ്ടും കുറച്ച് ദൂരം യാത്രയൊക്കെ ആയപ്പോൾ തന്നെ കുട്ടികളൊക്കെ ടയർഡായ പോലെ തോന്നി. അപ്പോൾ പിന്നെ പകുതിക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പകുതി എത്തിയപ്പോൾ തന്നെ ഇതേ കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ റോഡിൽ നിന്നും കുറച്ച് താഴ്ഭാഗത്തോട്ടായിട്ടാണ് ഈ ഒരു പുഴ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇത്. ഞങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ സ്ഥലം ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇതാണ് ഞങ്ങൾ താമസിച്ച റിസോർട്ട്. ഇവിടെ എത്തി. ബ്ലൂംസ് എന്നാട്ടോ പേര്. ഇത് കറക്റ്റ് സ്ഥലം അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നടവയൽ റോഡ് എടക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, കെനിച്ചിറ അങ്ങനെയുള്ള ആ ഒരു ഭാഗത്ത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക റിസോർട്ട് തന്നെയായിരുന്നു. കാരണം കുട്ടികൾക്ക് അത്ര കൂടുതൽ സ്പേസും ഒക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്തായാലും അവിടെ തന്നെ ആയിട്ട് പിറ്റേന്ന് പുറത്തൊക്കെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു 4-4.5 ഏക്കറോളം വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വില്ലാസ് അങ്ങനെയായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് തന്നെ പറയാം. നല്ല കാണാനും കുറേ സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ അവരെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ സാനിറ്റൈസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ടൈം വരെ കുറച്ച് പുറത്തൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വില്ല. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളെ വില്ല. അതേ കണ്ടില്ലേ, നല്ലൊരു സൗകര്യമായിരുന്നു. നല്ല ഹാളും നല്ല TV-യും എല്ലാ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ലിവിങ് ഹാൾ പോലെയുള്ള നല്ലൊരു ഹാളൊക്കെ തന്നെയായിരുന്നു. പിന്നെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ബെഡ്റൂമിലും നല്ല സൗകര്യങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് കിടക്കാനുള്ള വേറൊരു ബെഡ് സ്പേസും കൂടി ഈ ഒരു ബെഡ്റൂമിൽ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മൊത്തത്തിൽ നല്ലൊരു അടിപൊളി വില്ല തന്നെയായിരുന്നു ഇത്. അപ്പോൾ പിന്നെ ഏതായാലും വ്ളോഗ് എടുക്കുന്നല്ലേ, അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോന്നിയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ തന്നെയാട്ടോ ഓർഡർ ചെയ്തിട്ട് അവിടെ തന്നെ കൊണ്ടു തന്നു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അധികം എന്താ പറയുക പക്ഷികളും മൃഗങ്ങളൊക്കെ ഇതിവിടെ തന്നെ ഉണ്ട്. പ്രാവ്, താറാവ്, കോഴി, ലവ് ബേർഡ്സ്. പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരങ്ങുകളാണ്. അവിടെ അവർക്ക് അങ്ങനെ മനുഷ്യരെ പേടിയൊന്നും ഇല്ല. ഫുൾ നമ്മുടെ എത്ര അടുത്ത് കണ്ടാലും അവർ പോകുന്നൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ കഴിച്ചോളും. പിന്നെ ഇതേ കണ്ടില്ലേ, നല്ലൊരു കുറച്ച് ഉയരത്തിലിങ്ങനെ മരത്തിന് മുകളിലായിട്ട് ഇവരിങ്ങനെ ഓരോരു ഇത് താമസിക്കുന്നതൊന്നുമല്ലാന്ന് തോന്നുന്നു. അവിടെ പൂട്ടിയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്പേസ് ആയിരുന്നു അത്.
പിന്നെ കുട്ടികൾ പുറത്ത് എന്തോ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ അതേ വന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു കുരങ്ങളൊക്കെ. ഇഷ്ടം പോലെ അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെ അടുത്ത് നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു പ്ലേ ഹാൾ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുള്ളിൽ ക്യാരംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് ടൈം ക്യാരംസൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ അതൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ യാത്രാക്ഷീണമൊക്കെ അങ്ങ് മാറിക്കിട്ടി. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ പുറത്തു പോകാമെന്ന് വിചാരിച്ചു. പിന്നെയും അവിടെ റിസോർട്ടിൽ തന്നെ നൈറ്റായില്ലേ, പിന്നെ കുറച്ച് സ്ഥലങ്ങളും കാണാമല്ലോ. അതുകൊണ്ട് പിന്നെ 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് രാത്രിയിൽ. പിന്നെ രാവിലെ എണീറ്റപ്പം നല്ലൊരു വ്യൂ ആട്ടോ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മഞ്ഞും, എല്ലാവർക്കും അറിയാമല്ലോ വയനാട് നല്ലൊരു തണുപ്പുള്ള സ്ഥലമല്ലേ. അതുപോലെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു രാവിലെ തന്നെ ആ ഒരു റിസോർട്ടിൻ്റെ ഉൾഭാഗത്തൊക്കെ. കാരണം ഫുൾ മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നടന്നു ആ ഒരു സ്ഥലത്ത്. കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ മരങ്ങളും നല്ലൊരു നടക്കാനും രാവിലെ കുറേ സ്ഥലങ്ങൾ അവിടെ തന്നെ കണ്ട് തീരാത്ത പോലെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഉച്ചയാകുമ്പോൾ തന്നെ വെക്കറ്റ് ചെയ്യേണ്ടി വന്നല്ലോ, ഞങ്ങൾ എത്തിയ ടൈം മുതൽ. ഇത് അതിന് ബാക്കിൽ ആയിട്ട് ഉള്ളതാട്ടോ, ഒരു തോടോ പുഴയോ എന്തോ അരുവി പോലെ അതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. പിന്നെ ഇത് സ്വിമ്മിങ് പൂളാണ്. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അത് ഓപ്പൺ അല്ല, അതുകൊണ്ട് അതിലങ്ങനെ വെള്ളമൊന്നും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ നല്ല രീതിയിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ ഈ ടൈം ആയിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് വിട്ടു, വെക്കേറ്റ് ചെയ്തു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ കാന്തൻപാറ എന്ന് പറയുന്ന വാട്ടർഫോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സൂചിപ്പാറ അന്വേഷിച്ചിരുന്നു, പക്ഷേ അവിടെ ഓപ്പണിംഗ് അല്ല, അവിടെയൊക്കെ ക്ലോസ് ആണ്. അപ്പോൾ പിന്നെ ഇവിടെ ഓപ്പൺ ആണെന്ന് കേട്ടപ്പോൾ പിന്നെ ഏതായാലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അതിനേക്കാളും ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഈ കാന്തൻപാറ. എന്താ പറയുക, ഞങ്ങളത് അതിൻ്റെ ഉള്ളിൽ കയറിയ മുതലേ നല്ലൊരു ഇതുപോലെ ഫുൾ വെള്ളവും. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു വാട്ടർഫോളിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവർ ഓപ്പൺ ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളിങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ മെയിൻ ആ ഒരു പോയിന്റിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതിപ്പോൾ ക്ലോസ് ആയിട്ടാണുള്ളത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അതുമല്ല ആ പാറയൊക്കെ ഭയങ്കര വഴുക്കായതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിൽ ഒക്കെ ക്ലീൻ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ കയറുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഇതുപോലൊരു താഴ്ചയിലോട്ട് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ മെയിൻ പോയിന്റിലല്ലാന്നേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാട്ടർഫോളിൻ്റെ ഈ ഒരു എൻഡിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതേ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു വ്യൂ. അപ്പോൾ താഴെ കണ്ടില്ലേ, ആ ഒരു ഭാഗം ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ താഴെ വരെ ഒന്ന് പോയി, ജസ്റ്റ് താഴെ വരെ പോയി. പക്ഷേ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ഒരു ഞങ്ങൾ കയറുന്ന ഭാഗത്തൂടെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്ന സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അവിടെയൊക്കെ ഇറങ്ങി നന്നായിട്ട് തന്നെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് തന്നെയാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിലോട്ടൊന്ന് പോയി നോക്കാം. ഭയങ്കര എന്താ പറയുക, അവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു 5-5:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ആ ഒരു വെള്ളത്തിലൊക്കെ നിൽക്കാൻ തന്നെ നല്ല പേടിയായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ സൈഡിലൊക്കെ നല്ലൊരു കാടായിരുന്നു, ഭയങ്കര എന്താ പറയുക. അപ്പോൾ അവിടെ തന്നെ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ടൈം നിൽക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരു കർണാടക ഭാഷയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ടൈമാവും. ശരിക്കും ഒരു കൊടുങ്കാടെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു അവിടെ. അത് കണ്ടില്ല, അവിടെ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ വെള്ളത്തിലൊക്കെ കളിച്ചു. പിന്നെ നേരെ ഞങ്ങൾ കണ്ണൂരേക്ക് തന്നെ വിട്ടു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വയനാട് തന്നെയായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ ഞങ്ങൾ കണ്ണൂരേക്ക് തന്നെ വിട്ടു. എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും മക്കളാട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് വിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു 11:30-11:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.